ഹലോ മക്കൾസ്, പരീക്ഷയ്ക്ക് നിർബന്ധമായി നിങ്ങൾ പഠിക്കേണ്ട 4 ചിത്രങ്ങൾ. ഒരു കോൺവെക്സ് ലെൻസിനകത്ത് ഇമേജ് എങ്ങനെ ഫോം ചെയ്യുന്നതാണ്. വസ്തുവിന്റെ സ്ഥാനം 2F അപ്പുറത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതിബിംബം കിട്ടുന്നത് F-നും അതേപോലെ തന്നെ 2F-നും ഇടയിലായിരിക്കും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം അതിന്റെ പ്രത്യേകതകളും പഠിച്ചു വെക്കണം. റിയൽ ആണ്, ഇൻവേർട്ട് ആണ്, അതേപോലെ തന്നെ സ്മോൾ ആണ്, ചെറുതാണെന്ന് ഓർത്ത് വയ്ക്കുക. അതായത് പ്രതിബിംബം എപ്പോഴും തല കീഴായിരിക്കും, ചെറുതായിരിക്കും ഓർത്ത് വയ്ക്കുക. അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് വസ്തുവിന്റെ സ്ഥാനം 2F-ലാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, പ്രതിബിംബത്തിന്റെ സ്ഥാനം 2F-ൽ തന്നെയാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വസ്തുവിന്റെ അതേ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്റെ വലുപ്പം. അപ്പൊ സെയിം സൈസ് ആണ്, തല തിരിഞ്ഞതാണ്, അതോടൊപ്പം തന്നെ ഇത് റിയൽ ആണ്, യഥാർത്ഥമാണെന്ന് ഓർത്തേക്കുക. മൂന്നാമത് നിങ്ങൾ പഠിക്കേണ്ട വസ്തുവിന്റെ സ്ഥാനം 2F-നും F-നും ഇടയിലാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രതിബിംബം 2F-ന് അപ്പുറത്ത് ലഭിക്കുന്നു. ഇതും വളരെ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇമേജിന്റെ സൈസ് എന്ന് പറഞ്ഞാല് ലാർജർ ദാൻ ഒബ്ജക്ട്, ഒബ്ജക്റ്റിനേക്കാൾ വളരെ വലുതായിരിക്കും, തല കീഴായിരിക്കും, അത് യഥാർത്ഥമായിരിക്കും. ഇവിടെ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1, ആവർത്തനം ഒന്നിനേക്കാൾ വലുതായിരിക്കും ഓർത്തേക്കുക. അങ്ങനെയെങ്കിൽ ഏറ്റവും അവസാനത്തെ ചിത്രം ഒരു കോൺകേവ് ലെൻസിനകത്ത് എപ്പോഴും നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്ന ഈ ഒരു ചിത്രം ആകെ ഒറ്റൊന്നേ പഠിക്കാനുള്ളൂ. അപ്പോൾ വസ്തു എവിടെയായിരുന്നാലും പ്രതിബിംബം എപ്പോഴും ലെൻസിനും അതേപോലെ തന്നെ ഫോക്കസിനും ഇടയിലായിരിക്കും. അത് ചെറുതായിരിക്കും, നിവർന്നതായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ 4 ചിത്രങ്ങൾ മക്കളെ നിർബന്ധമായിട്ട് പഠിക്കുക. പരീക്ഷയിൽ വരും, ഉറപ്പാണ്.